ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയമുള്ളവർക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 41-42 വാക്യങ്ങളിൽ യേശു ഇപ്രകാരം പറഞ്ഞു: മാർത്തയെ, മാർത്തയെ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയും ഇരിക്കുന്നു. എന്നാൽ അല്പമേ വേണ്ടൂ, അല്ല ഒന്ന് മതി. മറിയ നല്ല അംശം തെരഞ്ഞെടുത്തിരിക്കുന്നു, അതാരും അവളോട് അപഹരിക്കുകയുമില്ല. ജീവിതത്തിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന ചില വിഷയങ്ങളിൽ ചില തെരഞ്ഞെടുപ്പ് നടത്തേണ്ട ഒരു പ്രത്യേക സാഹചര്യത്തിലായിരിക്കാം ഒരുപക്ഷെ നിങ്ങൾ ഇന്നായിരിക്കുന്നത്. അല്ലെങ്കിൽ കഴിഞ്ഞ നാളുകളിൽ ചെയ്ത ചില തെരഞ്ഞെടുപ്പുകളിൽ വന്ന പാളിച്ചകൾ നിമിത്തം വളരെ ദുഃഖത്തോടും വേദനയോടും നെടുവീർപ്പോടും കൂടെ ദിവസങ്ങൾ തള്ളി നീക്കുന്ന ഒരു വ്യക്തിത്വമായിരിക്കാം നിങ്ങൾ. എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ജീവിതത്തിൽ എന്ത് തിരഞ്ഞെടുക്കണമെന്നറിയാതെ ഭാരപ്പെടുമ്പോൾ ഹൗ ടു മേക്ക് റൈറ്റ് ചോയ്സസ് ഇൻ അവർ ലൈഫ്. നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് ശരിയായ ദൈവികമായ തെരഞ്ഞെടുപ്പുകൾ ചെയ്യുവാൻ നമുക്ക് കഴിയുന്നത്? ഒറ്റ കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഏത് വിഷയമാണോ നിങ്ങളെ ദൈവവുമായി അധികമായി അടുപ്പിക്കുന്നത്, അത് നിങ്ങൾ തിരഞ്ഞെടുക്കുക. When you make decisions in your life, make decisions on what will draw you near to God. എന്ത് ദൈവത്തെങ്കിലേക്ക് നിങ്ങളെ അടുപ്പിക്കുന്നുവോ അതായിരിക്കണം നമ്മുടെ തെരഞ്ഞെടുപ്പുകൾ. കർത്താവിന് വേണ്ടി എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല, എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതല്ല, എവിടെ ചെയ്യുന്നു എന്നുള്ളതല്ല. ഇതൊന്നുമല്ല പ്രാധാന്യം അർഹിക്കുന്നത്. എന്ത് എന്നെ ഇന്ന് അല്ലെങ്കിൽ നാളെയുടെ ദിനങ്ങളിൽ അല്ലെങ്കിൽ ഒരു വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ 10 വർഷം കഴിയുമ്പോൾ what will draw me near to God, ദൈവത്തിലേക്ക് എന്നെ എന്തടിപ്പിക്കും, അത് നിങ്ങൾ തിരഞ്ഞെടുക്കുക. അത് നിങ്ങളിൽ നിന്ന് ആർക്കും അപഹരിക്കാൻ കഴിയുകയില്ല. അതാണ് നമ്മുടെ ജീവിതത്തിലെ ശരിയായ തെരഞ്ഞെടുപ്പുകൾ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ നിങ്ങൾ ജീവിതത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ തെരഞ്ഞെടുപ്പുകളിൽ വന്ന പാളിച്ചകൾ നിമിത്തം വളരെ വേദനയോടും ദുഃഖത്തോടും ഇരിക്കുന്ന ഒരു വ്യക്തിത്വമായിരിക്കാം നിങ്ങൾ. എന്നാൽ ഇന്ന് പകൽ ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ, അതിന്റെ മധ്യത്തിൽ take a decision once again, make some choices again. ഇന്ന് നിങ്ങൾ ആ പാളിപ്പോയ തെരഞ്ഞെടുപ്പുകളുടെ നടുവിൽ നിന്നുകൊണ്ട് ശരിയായ തെരഞ്ഞെടുപ്പുകൾ എടുത്താൽ പിന്നെയും ദുഃഖിച്ചിരിക്കാനല്ല, റൈറ്റ് ചോയ്സസിലൂടെ നിങ്ങൾ ക്രിസ്തുവിലേക്ക് അടുത്താൽ ദൈവം നിങ്ങളുടെ ജീവിതത്തെ ആദരിപ്പാനിടയായി തീരും. ഒറ്റ കാര്യം ചിന്തിക്കുക ജീവിതത്തിൽ, മേക്ക് ഡിസിഷൻസ്, മേക്ക് ചോയ്സസ് ദാറ്റ് വിൽ draw you near to God. ദൈവത്തിലേക്ക് നിങ്ങൾ അടുപ്പിക്കുന്ന തെരഞ്ഞെടുപ്പുകൾ ഏത് വിഷയത്തിലും ധൈര്യമായിട്ടെടുത്തോ അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായിരിക്കും, ഒരു നന്മയായിരിക്കും. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിപ്പാനിടയായി തീരും. ഇന്ന് പകലിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ തെരഞ്ഞെടുപ്പുകളെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. നിർണായകമായ തെരഞ്ഞെടുപ്പുകളുമായി ഇന്ന് പകലിൽ ആരെങ്കിലും ഈ വചനം കേൾക്കുന്നെങ്കിൽ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്ന വിഷയങ്ങൾ തെരഞ്ഞെടുക്കുവാനുള്ള ഒരു കൃപ അവരിൽ പകരണമേ. Let them make right choices in divine perspective. ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ശരിയായത് തെരഞ്ഞെടുപ്പാൻ കർത്താവ് ഫലപ്പെടുത്തണമേ. ആരെങ്കിലും കഴിഞ്ഞ കാലങ്ങളിലെ തെരഞ്ഞെടുപ്പ് നിമിത്തം അത് പാളിപ്പോയെന്നോർത്ത് ദുഃഖിക്കുന്നെങ്കിൽ യേശുവിന്റെ നാമത്തിൽ പിന്നെയും അതിന്റെ മധ്യത്തിൽ നിന്ന് ഒരു റൈറ്റ് ചോയ്സിനായി, ഒരു ശരിയായ തെരഞ്ഞെടുപ്പിനായി നീ അവരെ ബലപ്പെടുത്തണമേ. ദുഃഖിച്ചിരിപ്പാനല്ല, വേദനിച്ചിരിപ്പാനല്ല, മുറിവേറ്റവരെ പോലെ കിടപ്പാനല്ല. യേശുവിന്റെ നാമത്തിൽ ശരിയായ തിരഞ്ഞെടുപ്പിലൂടെ കർത്താവിലേക്ക് അടുത്തു വന്ന് അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല മഹത്വം അങ്ങേക്ക്, യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. വരുന്ന നാളുകളിൽ എപ്പോഴും ഓർക്കുക, what draws me near to God, that will be right choice in my life. ദൈവത്തിലേക്ക് എന്നെ എന്തടിപ്പിക്കുന്നു അത് ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ശരിയായ തെരഞ്ഞെടുപ്പുകളായിരിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.